കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ വീണ്ടും കസ്റ്റഡിയിൽ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ബണ്ടി ചോറിനെ കസ്റ്റഡിയിലെടുത്തത്. അഭിഭാഷകനെ കാണാനെത്തിയതെന്നാണ് ബണ്ടി ചോർ പോലീസിനോട് പറഞ്ഞത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ബണ്ടി ചോർ പറയുന്നതെന്നും മാനസിക നില പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു. നിലവിൽ കരുതൽ അറസ്റ്റിലാണ് ബണ്ടി ചോർ. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, അങ്ങനെ ബണ്ടി ചോർ വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്തായിരുന്നു ആഗമന ഉദ്ദേശ്യം? സുജയ, പോലീസിന് മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ബണ്ടി ചോർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ആദ്യം പുറത്തേക്ക് പോയി രാത്രിയോടുകൂടി തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വിശ്രമിക്കുകയായിരുന്നു ബണ്ടി ചോർ. അങ്ങനെയാണ് റെയിൽവേ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ആദ്യഘട്ടത്തിൽ ഉള്ള ചില ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്നത് ഏതോ ഒരു അഭിഭാഷകനെ കാണാൻ വന്നതാണ്. പക്ഷെ ആരാണ് അഭിഭാഷകനെന്നോ പേരടക്കമുള്ള കാര്യങ്ങളോ ആദ്യഘട്ടത്തിൽ ബണ്ടി ചോറിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. പിന്നീട് തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് പേരൂർക്കട സ്റ്റേഷനിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ചില നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വന്നത് എന്നുള്ളത് മനസ്സിലാകുന്നു. പക്ഷെ പിന്നീട് തുടർന്ന് അങ്ങോട്ട് ചോദിക്കുന്ന ഘട്ടങ്ങളിലൊന്നും തന്നെ ഈ ബണ്ടിച്ചോറിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നില്ല. പരസ്പര ബന്ധമില്ലാതെയുള്ള മറുപടി, അതായത് ഓരോ വരി പറഞ്ഞിട്ടും അതുമായി ബന്ധമില്ലാത്ത വരിയാണ് അടുത്തതായി പറയുന്നത്. അങ്ങനെ ഏറെ നേരം മണിക്കൂറുകളോളം ബണ്ടിച്ചോറിൽ നിന്ന് വിവരങ്ങൾ തേടിയെങ്കിലും കൃത്യമായ മറുപടികൾ ലഭിച്ചില്ല എന്നുള്ളതാണ് റെയിൽവേ പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ മാനസിക നില പരിശോധിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയം മുൻപ് ആശുപത്രിയിലേക്ക് റെയിൽവേ പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വെച്ച് ചില പരിശോധനകൾ നടത്തും. ആ പരിശോധനയൊക്കെ പൂർത്തിയായി അതിന്റെ റിസൾട്ടൊക്കെ ലഭിച്ച ശേഷം മാത്രമായിരിക്കും ബണ്ടിച്ചോറിനെ എന്ത് ചെയ്യണം, അതായത് ഇപ്പോൾ നിലവിൽ കരുതൽ അറസ്റ്റിലാണുള്ളത്, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, എങ്ങോട്ടേക്ക് അയക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. റെയിൽവേ പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് എത്തിയതും ഈ ചില പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ ഉള്ള ഈ പരസ്പര ബന്ധമില്ലാത്ത മറുപടികൾ നൽകുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മാനസിക നിലയെ ചില പ്രശ്നങ്ങളുണ്ട്. അത് കാരണമാണ് ഈ എറണാകുളത്ത് എത്തിയത്, അതിന്റെ ഭാഗമാണ് തിരുവനന്തപുരത്ത് എത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശോധനാ ഫലങ്ങളെല്ലാം ലഭിച്ച ശേഷം മാത്രമായിരിക്കും ബണ്ടിച്ചോറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഈ അഭിഭാഷകനെ കാണാൻ എത്തിയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ അഭിഭാഷകൻ ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ നിലവിൽ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ എറണാകുളത്ത് വന്ന സമയത്ത് ആളൂരിനെ കാണാൻ വന്നാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആളൂർ മരിച്ച കാര്യം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷെ തിരുവനന്തപുരത്ത് ഏത് അഭിഭാഷകനാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലത്തെ പ്രശ്നം. ബണ്ടിച്ചോറിനെ ഇപ്പോൾ കരുതൽ അറസ്റ്റിൽ വെച്ചിരിക്കുകയാണ്.